പൂവാർ ഗോൾഡൻ ബീച്ച് വരെ വന്നതാണ്. അതിൻ്റെ ഇത്ര നാളും പൂവാർ പോയിട്ടില്ലേ എന്നായിരിക്കും ചോദ്യം. സത്യമാണ്, പൂവാർ പോയിട്ടുണ്ട്. പൂവാർ ഗോൾഡൻ ബീച്ചിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിടാതെ പിന്തുടർന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, ബോട്ടിങ്ങിന് വന്നതാണോ, ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് പേർ അവിടെയുണ്ട്. ബീച്ച് സൈഡിലൂടെയുള്ള റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ആഹാ, അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അത് അപകടാവസ്ഥയിലാണെന്ന് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി കുറച്ചു ദൂരം നടന്നു വേണം ബീച്ചിലോട്ട് എത്താൻ. സത്യത്തിൽ ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേറെ ഭംഗിയുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. കോവളം വിഴിഞ്ഞുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയേറെ കരഭാഗമുള്ള ഒരു ബീച്ച്, നല്ല ക്ലീനായി കിടക്കുന്ന ഒരു ബീച്ചാണ്. ഇത് കണ്ടാലേ നമ്മൾ രാജസ്ഥാനിൽ എവിടെ നിൽക്കുന്നെന്ന് തോന്നും. അതേ പ്രതീതിയാണ്. ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ഇവിടെ വരുന്നവർക്ക് കുതിര സവാരിയും ഒട്ടക സവാരിയും ഒക്കെ നടത്താം. ഒന്ന് വരട്ടി, ഞങ്ങളെ ഒന്ന് വരട്ടി കേട്ടോ. പക്ഷേ ആളത്ര നിസ്സാരക്കാരനല്ല. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കടലിൽ ആരെയും ഇറങ്ങാൻ അനുവദിക്കുന്നതല്ല. പകരം നമുക്കിതാ ഈ കായലിൽ ഇറങ്ങാം. ഇവിടെ അധികം ആഴമില്ലാത്ത സ്ഥലമാണ്, ഉള്ളിലോട്ട് പോകാതിരുന്നാൽ മതി. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ പൂവാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരു 2-3 കിലോമീറ്റർ കണ്ടൽക്കാടിനുള്ളിലൂടെയാണ് ഈ ബോട്ട് സർവീസ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല. 4 മണിക്ക് വന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും നല്ല ഇരുട്ടിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. ഇതാ ഈ സീനറി കണ്ടോ, ബീച്ച് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, ഒരു ഗോൾഡിൻ്റെ നിറം തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കാം ഗോൾഡൻ ബീച്ച് എന്ന പേര് വന്നത്.